ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും കാലം എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സൂപ്പർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ്. ഇത് എത്രത്തോളം ശക്തമായതാണെന്ന് പറയണമെങ്കിൽ ഞാനിത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഉപയോഗിച്ചതാണ്. ഒരു വട്ടമല്ല, പലവട്ടം. ഒരേ തന്ത്രം ഓരോ തവണയും അത്ഭുത ഫലങ്ങളാണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഇത് സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് പേർക്ക് ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നത്. ഇത് നിങ്ങളെയും തീർച്ചയായിട്ടും സഹായിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എൻ്റെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കാത്തതെന്ന്? പലപ്പോഴും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും, ഒരുപാട് കാത്തിരിക്കും, പക്ഷേ ചിലപ്പോൾ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് നടക്കില്ല. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ, ചിലപ്പോൾ ഒരു രാത്രി കൊണ്ട് പോലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനു മുമ്പ് നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ആവർത്തനമായിട്ട് തോന്നുവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്താഗതിയോടെ ഇരിക്കണം. എനിക്കിത് കിട്ടില്ല, ഇത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റണം. ഭയം, സംശയം, ദേഷ്യം, അസൂയ, ഈ നെഗറ്റീവ് വികാരങ്ങളെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതിനെ തടയും. അതുകൊണ്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്നും പായിക്കുക എന്നതാണ്. ഈ ടെക്നിക്ക് പറയുന്നതിന് മുമ്പായി മാനിഫെസ്റ്റേഷൻ എന്താണെന്നൊന്ന് പറയാം. കാരണം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്കും കൂടി മനസ്സിലാക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്? ഒരു പുതിയ ജോലിയാണെങ്കിൽ അത്, നിങ്ങളുടെ സ്വപ്നത്തിലെ വീട്, അല്ലെങ്കിൽ കാറ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുമായിട്ടുള്ള വിവാഹം, കൂടുതൽ പണം, അതോ മികച്ച ആരോഗ്യം, സന്തോഷം, എന്ത് തന്നെ ആയാലും. മാനിഫെസ്റ്റേഷൻ എന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു മാന്ത്രിക പ്രക്രിയയാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് ഒരു ലളിതമായ ഒരു തത്വമാണ്. നിങ്ങളുടെ ചിന്തകൾ ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു. നീ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എന്താണ് വിശ്വസിക്കുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ വലിയൊരു കാരണം നിങ്ങളുടെ മനസ്സ് ഒരു കുറവിൻ്റെ മനോഭാവത്തിൽ, അതില്ല, എനിക്കതില്ല, അതെനിക്ക് കിട്ടില്ല, ആ ഒരു മനോഭാവത്തിലാണെങ്കിൽ, അതായത് എനിക്കിത് കിട്ടില്ല, ഇത് നടക്കില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ചിന്തകളെല്ലാം ഇപ്പോൾ തന്നെ നിർത്തുക. അതായത് എനിക്ക് വേണം എന്ന മാനസികാവസ്ഥയിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിർത്തുക. നിങ്ങളുടെ മനസ്സിലെ ഭയം, സംശയം, അസൂയ, ദേഷ്യം, ഇവയുടെ വൈബ്രേഷനിൽ നിന്നാണ് നിങ്ങൾ ഈ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ആ വൈബ്രേഷൻ ലോ വൈബ്രേഷനാണ്. ഈ ലോ വൈബ്രേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ നിന്നും അകറ്റുകയും വേഗത്തിൽ ലഭിക്കുന്നത് തടയുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു വാക്കാണ് ഞാൻ ശ്രമിക്കുന്നു എന്നുള്ള വാക്ക്. നിങ്ങൾ ഒന്നുകിൽ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഒരു ശ്രമിക്കുന്നു എന്ന അവസ്ഥയില്ല. നിങ്ങളുടെ ഉള്ളിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയും ഒഴുകുന്നുണ്ട്. നിങ്ങൾക്ക് ആ മാന്ത്രിക വടിയുടെ ആവശ്യമില്ല. നിങ്ങളുടെ തീരുമാനം മാത്രം മതി. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വികാരങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ഒരേ നിരയിൽ നിൽക്കണം. ഇതെനിക്ക് വേണം, ഞാൻ ഇത് പ്രതീക്ഷിക്കുന്നു, ഒരു പക്ഷേ ഇത് നടക്കും, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് നിർത്തുക. പകരം ഇത് എൻ്റേതാണ് എന്ന മനോഭാവത്തിലേക്ക് മാറുക. ഇനി ആ സൂപ്പർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ ലളിതമായ എന്നാൽ അതിശയകരമായ ടെക്നിക്കാണ്. ഇത് പലർക്കും അറിയാവുന്ന ടെക്നിക്കാണ്. പലരും ചെയ്തു നോക്കി അതിന് നല്ല റിസൾട്ട് കിട്ടിയ ടെക്നിക്കാണ്. അപ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇന്ന് രാത്രിയോടെ തന്നെ യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങൂ. അതിനായി ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് തീരുമാനിക്കുക. അതൊരു ജേണലിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതുക.
നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് എഴുതുക. ഒരു പുതിയ ജോലി, അല്ലെങ്കിൽ 1,00,000 രൂപ മാസ വരുമാനം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുമായിട്ടുള്ള വിവാഹം, അല്ലെങ്കിൽ ഒരു പുതിയ വീട്, അല്ലെങ്കിൽ കാറ്. നിങ്ങളുടെ ആഗ്രഹം വളരെ വ്യക്തമായിരിക്കണം. ഒരു പേപ്പറിലോ ഒരു നോട്ട്ബുക്കിലോ നിങ്ങളുടെ ആഗ്രഹം എഴുതുക. എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ ആഗ്രഹവുമായി കൂടുതൽ ബന്ധപ്പെടും. ഉദാഹരണത്തിന്, എനിക്കൊരു പുതിയ ജോലി വേണമെന്ന് എഴുതുന്നതിന് പകരം ഞാനൊരു മികച്ച ജോലിയിൽ 1,00,000 രൂപ മാസ ശമ്പളം വാങ്ങുന്നു എന്ന് എഴുതുക. വ്യക്തത വളരെ പ്രധാനമാണ്. ഇനി അടുത്ത ഘട്ടം, ഞാൻ ലളിതമായി തീരുമാനിക്കുന്നു എന്ന് പറയുക എന്നതാണ്. അതായത്, നിങ്ങളുടെ ആഗ്രഹത്തിനു മുന്നിൽ ഞാൻ ലളിതമായി തീരുമാനിക്കുന്നു എന്ന വാക്ക് ചേർക്കുക. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനും പ്രപഞ്ചത്തിനും ഒരു ശക്തമായ സന്ദേശം അയക്കുന്നു. ഉദാഹരണം, ഞാൻ ലളിതമായി തീരുമാനിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് പണം ഒഴുകി വരുന്നു. ഞാൻ ലളിതമായി തീരുമാനിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്ന ജോലിയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ലളിതമായി തീരുമാനിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ആളും ഞാനും വിവാഹിതരാകുന്നു. ഈ വാക്കുകൾ ഒരു മന്ത്രം പോലെയാണ്. ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുകയാണ്, ഇത് എൻ്റേതാണ് ഇപ്പോൾ തന്നെ എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ലളിതമായി തോന്നുമെങ്കിലും ഇതിൻ്റെ പിൻഭാഗത്ത് ഒരുപാട് ഡീപ്പ് സൈക്കോളജിക്കൽ പവർ ഉണ്ട്. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന വിധം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കണ്ടീഷൻ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഘട്ടം നെഗറ്റീവ് ചിന്തകളെ ക്യാൻസൽ ചെയ്യുന്നതാണ്. അതായത്, നിങ്ങളുടെ മനസ്സിൽ സംശയം, അല്ലെങ്കിൽ ദേഷ്യം, ഭയം എന്നിവ വരുമ്പോൾ, അതായത് ഞാൻ ആ ചിന്ത ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാൻസൽ. ഉദാഹരണത്തിന്, ഈ ജോലി എനിക്ക് കിട്ടില്ല എന്ന ചിന്ത വന്നാൽ ഞാൻ ആ ചിന്ത ക്യാൻസൽ ചെയ്യുന്നു. ഞാൻ ലളിതമായി തീരുമാനിക്കുന്നു ഈ ജോലി എൻ്റേതാണ്. ഇനി നാലാമത്തെ കാര്യം, രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുക. ഇനി ഈ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ആത്മവിശ്വാസത്തോടെ ഈ വാക്കുകൾ പറയുക. ഞാൻ ലളിതമായി തീരുമാനിക്കുന്നു, ശേഷം നിങ്ങളുടെ ആഗ്രഹം. ഞാൻ ഇപ്പോഴും ഇത് കണ്ണാടിയുടെ മുന്നിൽ നിന്നാണ് ചെയ്യാറ്. കാരണം നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ ആ വാക്കുകൾക്ക് കൂടുതൽ ശക്തി കിട്ടും. ഈ ഒരു ടെക്നിക്ക് ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക. അതായത്, ഞാൻ ലളിതമായി തീരുമാനിക്കുന്നു എന്നെഴുതി നിങ്ങളുടെ ആഗ്രഹം ചേർക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ലളിതമായി തീരുമാനിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്ന ജോലിയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ലളിതമായി തീരുമാനിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് 1,00,000 രൂപ മാസ വരുമാനം വരുന്നു. ശേഷം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ആ വാക്കുകൾ ഉറക്കെ പറയുക. ഞാൻ ലളിതമായി തീരുമാനിക്കുന്നു, ശേഷം നിങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ ശബ്ദത്തിൽ ആത്മവിശ്വാസം നിറയ്ക്കണം. അതിനുശേഷം രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളൊരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ഇത് ആവർത്തിക്കുക. ഒരു പുഞ്ചിരിയോടെ പറയുക. നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ തന്നെ നിങ്ങളുടേതാണെന്ന് വിശ്വസിച്ചിട്ട് വേണം നിങ്ങൾ പറയാൻ. അതിനുശേഷം ഉറങ്ങാൻ പോകൂ. നാളെ രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. ഞാൻ പറഞ്ഞ ഈ കാര്യം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് സങ്കല്പിക്കണം കേട്ടോ. ആ സന്തോഷം അനുഭവിക്കണം. എന്നിട്ട് ആ നല്ല ചിന്തയോടെ കിടന്നുറങ്ങണം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇതൊന്നും ബുദ്ധിമുട്ടായ കാര്യങ്ങളല്ല. നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന വളരെ എളുപ്പവും ശക്തിയുള്ളതുമായ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഞാൻ ഇതുവരെ വിശദമായി പറഞ്ഞത്. നമ്മുടെ ആഗ്രഹം എന്തുമായിക്കോട്ടെ, ഒരു ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള ബന്ധമാകട്ടെ, സാമ്പത്തിക സ്വപ്നമാകട്ടെ, എന്തു ആഗ്രഹമുണ്ടായാലും മനസ്സിൽ ഉറപ്പിച്ചു പറയുക, ഞാനിപ്പോൾ തന്നെ തീരുമാനിക്കുന്നു, ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതാണ് അതിൻ്റെ രഹസ്യം. നിങ്ങൾക്ക് ഇതൊക്കെ സാധിക്കും. നിങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്, യോഗ്യതയുണ്ട്. അതുവഴി നിങ്ങൾക്കുള്ള ജീവിതം മാറ്റിക്കൊണ്ടിരിക്കുന്നു. പാടില്ല എന്ന് പറയരുത്, കഴിയില്ല എന്ന് വിശ്വസിക്കരുത്. പകരം
ഒരു ചെറിയ വിശ്വാസത്തോടെയും ഉറച്ച തീരുമാനത്തോടെയും ഇന്നു തന്നെ തുടങ്ങൂ. നാളത്തേക്ക് കാത്തിരിക്കണ്ട. ഈ ഒരു ടെക്നിക്ക് എല്ലാ ദിവസവും ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകട്ടെ. വിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്